2 ദിവസം നീണ്ടു നിൽക്കുന്ന സർവമത സമ്മേളനമാണ് ആലുവയിൽ വിളിച്ചുകൂട്ടിയത്. കൊല്ലവർഷം 1099 കുംഭമാസം 20, 21 തീയതികളിലായിരുന്നു അത്. കേരളത്തെ ആകെ മുക്കിയ 99-ലെ പ്രളയത്തിന് തൊട്ടു മുൻപായിരുന്നു സമ്മേളനം. സത്യവ്രത സ്വാമികളും സഹോദരൻ അയ്യപ്പനുമായിരുന്നു മുഖ്യ സംഘാടകർ. CV കുഞ്ഞിരാമൻ, TK മാധവൻ എന്നിവർ നേതൃത്വം നൽകി. 15-ന് തന്നെ ശ്രീനാരായണ ഗുരു ആലുവയിലെത്തി മേൽനോട്ടം നേരിട്ട് ഏറ്റെടുത്തു. സമ്മേളന വേദിയിലെത്തിയപ്പോൾ ഗുരു നൽകിയ നിർദ്ദേശമായിരുന്നു നെടുനീളത്തിൽ എഴുതിയ ഒരു വാചകം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നായിരുന്നു ആ വാചകം. ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളുടെ പരസ്യവാചകമായി ഉപയോഗിക്കുന്ന അത് നൂറ്റാണ്ട് മുൻപ് ആദ്യം കോർത്തിണക്കിയത് ശ്രീനാരായണ ഗുരുവാണ്. സർ T സദാശിവ അയ്യരായിരുന്നു സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. മിതവാദി C കൃഷ്ണൻ, മഞ്ചേരി രാമയ്യർ, മഞ്ചേരി രാമകൃഷ്ണയ്യർ, ആര്യ സമാജത്തിന്റെ ഋഷിറാം, ബ്രാഹ്മണ സമാജം പ്രതിനിധിയായി സ്വാമി ശിവപ്രസാദ്, ശ്രീലങ്കയിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാർ, ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ച് മുഹമ്മദ് മൗലവി, ക്രിസ്തുമത പ്രതിനിധിയായി KK കുരുവിള എന്നിവരായിരുന്നു വേദിയിൽ. ഋഷിറാം പ്രസംഗിച്ചത് ഇംഗ്ലീഷിലാണ്. അത് തത്സമയം പരിഭാഷപ്പെടുത്തിയത് സഹോദരൻ അയ്യപ്പൻ. സമ്മേളനത്തിന്റെ സമാപനത്തിൽ ഗുരു നൽകിയ സന്ദേശം ഇങ്ങനെയായിരുന്നു: എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശം ഒന്നാണ്. ഭിന്നമത അനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ഒരാവശ്യവുമില്ല. ഈ മതമഹാസമ്മേളനത്തിലെ പ്രസംഗങ്ങളുടെ സാരവും ഇതുതന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ ശിവഗിരിയിൽ ആരംഭിക്കുന്ന മഹാപാഠശാലയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കും. 5 ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് ഈ സ്ഥാപനം യാഥാർത്ഥ്യമാക്കുമെന്നും ഗുരുവിന്റെ സന്ദേശത്തിൽ പറഞ്ഞു.